അസ്സലാത്തു അലന്നബി വസ്സലാമു അലർ റസൂൽ അശഫീഉൽ അബ്തഹി യാ മുഹമ്മദ് അറബി. സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് വിഷു. വിളവെടുപ്പിൻ്റെയും അത് കാണിക്കയായി വെച്ച് അത് കണി കണ്ടുണരുന്ന ഒരു മണ്ണിനെ സ്നേഹിക്കുന്ന, അധ്വാനത്തെ സ്നേഹിക്കുന്ന, വിളവെടുപ്പിനെ ഇഷ്ടപ്പെടുന്ന, മണ്ണും ദൈവവും പ്രകൃതിയുമൊക്കെ ചേരുന്ന മനോഹരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് മലയാളികൾ പലപ്പോഴും വിഷു ആഘോഷിക്കുന്നത്. ഈ വിഷുവിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഭയങ്കര VIP ഒന്നുമല്ല. എൻ്റെ പിന്നെ സഹപാഠിയാണ്, പിന്നെ അതുപോലെ എൻ്റെ നാട്ടുകാരിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നല്ലൊരു ഗായികയാണ്, ഇപ്പോൾ മ്യൂസിക് അധ്യാപികയാണ്. പ്രിയപ്പെട്ട പ്രിയയാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഈ ഒരേ കാലത്ത് ഒരേ നാട്ടിൽ ഒരേ കാലയളവിലൊക്കെ ജീവിച്ച് വളർന്ന മനുഷ്യർക്കിടയിലുള്ള ആ വിഷു സങ്കല്പത്തിൻ്റെ മാറ്റവും കാലത്തിൻ്റെ പോക്കനുസരിച്ചുണ്ടായ ആ ഒരു വ്യത്യാസവുമൊക്കെ ചുമ്മാതെ ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. പ്രിയ, ഈ സന്തോഷം സന്തോഷമുണ്ട്. അപ്പോഴേ ഈ നമ്മുടെ ഈ വിഷുവിനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് വിഷു. വിളവെടുപ്പിൻ്റെയും അത് കാണിക്കയായി വെച്ച് അത് കണി കണ്ടുണരുന്ന ഒരു മണ്ണിനെ സ്നേഹിക്കുന്ന, അധ്വാനത്തെ സ്നേഹിക്കുന്ന, വിളവെടുപ്പിനെ ഇഷ്ടപ്പെടുന്ന, മണ്ണും ദൈവവും പ്രകൃതിയുമൊക്കെ ചേരുന്ന മനോഹരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് മലയാളികൾ പലപ്പോഴും വിഷു ആഘോഷിക്കുന്നത്. ഈ വിഷുവിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഭയങ്കര VIP ഒന്നുമല്ല. എൻ്റെ പിന്നെ സഹപാഠിയാണ്, പിന്നെ അതുപോലെ എൻ്റെ നാട്ടുകാരിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നല്ലൊരു ഗായികയാണ്, ഇപ്പോൾ മ്യൂസിക് അധ്യാപികയാണ്. പ്രിയപ്പെട്ട പ്രിയയാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഈ ഒരേ കാലത്ത് ഒരേ നാട്ടിൽ ഒരേ കാലയളവിലൊക്കെ ജീവിച്ച് വളർന്ന മനുഷ്യർക്കിടയിലുള്ള ആ വിഷു സങ്കല്പത്തിൻ്റെ മാറ്റവും കാലത്തിൻ്റെ പോക്കനുസരിച്ചുണ്ടായ ആ ഒരു വ്യത്യാസവുമൊക്കെ ചുമ്മാതെ ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. പ്രിയ, ഈ സന്തോഷം സന്തോഷമുണ്ട്. അപ്പോഴേ ഈ നമ്മുടെ ഈ വിഷുവിനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഗാനങ്ങളും അല്ലെങ്കിൽ അത്തരം സംഗതികളുമൊക്കെ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഈ വിഷുവും സംഗീതവും അല്ലെങ്കിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിന്നെ ഈ എന്താ പറയുന്നത്, അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഗതികളുണ്ടോ? എനിക്ക് തോന്നുന്നു വിഷു എന്ന് പറയുമ്പോൾ പ്രകൃതി തന്നെ അങ്ങ് ഒരുങ്ങി വല്ലാത്തൊരു വൈബാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒന്നാമത് കണിക്കൊന്ന ഇതെല്ലാം പ്രകൃതി ഒരുങ്ങുന്നു. പിന്നെ വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണല്ലോ. മൊത്തത്തിലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ചുറ്റുപാട്. ഇപ്പൊ തന്നെ ഞാൻ തന്നെ ഒരുങ്ങിയൊക്കെ വന്നത് സ്പെഷ്യലായുണ്ടല്ലേ. കാഴ്ചക്കാർക്കും കണ്ണിനും ഒക്കെ ഒരു ആനന്ദം നൽകും. ഞാൻ ഈ നിറമുള്ള ഷർട്ട് ഇട്ടിരിക്കുന്നതും എന്താ പറയുന്നത് കളേഴ്സ് ഓഫ് നേച്ചർ എന്നൊക്കെ പറയത്തില്ല, പ്രകൃതിയുടെ നിറം. അതായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനൊരു വെറൈറ്റിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ പിന്നെ പഴയ കാലത്തെ നമ്മുടെ ഓർമ്മകളിലുള്ള വിഷു ഇന്നത്തെ ഈ വിഷുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെക്കുറിച്ച് പ്രിയ ഓർത്തിട്ടുണ്ട്? അതിലേറ്റവും വലുത് പഴയ കാലത്ത് ഈ വിഷുവിനാണല്ലോ ഈ കൈനീട്ടം. നമ്മുടെ ഓർമ്മയിൽ ജാതി മത ഭേദമന്യേ എല്ലാ വീട്ടിലും പോയാൽ കൈനീട്ടം കിട്ടും. പ്രത്യേകിച്ച് ഞാനൊരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ച കുണ്ടറ. അപ്പം അതുകൊണ്ട് എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഈ കൈനീട്ടം കിട്ടുന്നതാണ്. എല്ലാ വീടുകളിലും ഓടി 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 രാവിലെ ചെല്ലുമ്പോൾ അവിടെ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ അത് കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് ആഗ്രഹമുള്ള പല കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നത്. പിന്നെ അതിങ്ങനെ ആ തുട്ടുകൾ എണ്ണി നോക്കും, കൂട്ടുകാരെല്ലാം ഒരുമിച്ചിരുന്ന് ആർക്കാണ് കൂടുതൽ കിട്ടിയത്. അത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ, അതിന്റെ ഒരു സന്തോഷം അവർ അനുഭവിക്കുന്നില്ല. എപ്പോ വേണമെങ്കിലും കൈനീട്ടത്തിന്റെ നാണയത്തൊട്ട് അവരെ സന്തോഷിപ്പിക്കുന്നില്ല. അവർക്ക് എപ്പോഴും വിരൽ തുമ്പിൽ അവരുടെ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അതൊരു വ്യത്യാസം. അതെ, എന്നെ സംബന്ധിച്ച് അത് വലിയ വാല്യുബിൾ ആയിരുന്നു അന്ന്. അല്ലാതൊന്നും നമുക്ക് പൈസ പേരൻസ് തരില്ലല്ലോ, അറിയാലോ അന്നത്തെ കാലത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു വിഷുക്കാലത്തായിരിക്കും നമ്മൾ നല്ലൊരു എമൗണ്ട്, ചിലപ്പോൾ അതൊരു 10 രൂപയായിരിക്കാം, അതൊരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം പ്രിയ, ഞാൻ ചോദിക്കുന്നത്, എന്നെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇപ്പം വിഷുവും ഒരുമാതിരി വിപണിവൽക്കരിക്കപ്പെട്ടില്ലേ?
അതായത് കണിക്കൊന്നയും പച്ചക്കറിയും വിഷു കണി കാണുന്ന ഒരു കിറ്റും കണിക്കൊന്ന പോലും ഇൻസ്റ്റന്റ് വേറെ ഉണ്ട്. നമ്മുടെ ഒന്നും കാലത്ത് നമ്മൾ അങ്ങനെ ഒരു സംഗതി ഒന്നും വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവച്ചില്ല. വീട്ടില് നമ്മുടെ വിളവെടുപ്പിന്റെ ഉത്സവം എന്നാണല്ലോ വിഷു പറയുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ കണി കാണുക എന്നതാണ് ആഘോഷത്തിന്റെ ഐതിഹ്യം. പക്ഷേ ഇപ്പോൾ എന്താ പറയുന്നത്, ഇങ്ങനെ നാടോടുമ്പം അത് ഇൻസ്റ്റന്റ് ആയിട്ട് വിഷുവിനൊരു കിറ്റ് കിട്ടും, കണിക്കൊന്ന വരെ ആ കിറ്റിനകത്ത് ഉണ്ടാവും. കണി കാണുന്നത് ഇതൊരു ആളുകൾക്കൊരു വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമായതുകൊണ്ടാവാം ഇൻസ്റ്റന്റ് ആയെങ്കിലും അവർ ആഘോഷിക്കും എല്ലാവരും. ഈ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഭാവവും ഇത്തരം കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മളൊക്കെ വളർന്നിരുന്നതും പഠിച്ചിരുന്നതുമായൊരു കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ ഒരുമാതിരി ഒരു പ്ലാസ്റ്റിക് മനസ്സുകളും ഒരു പ്ലാസ്റ്റിക് ചിന്തകളിലേക്ക് മാറുന്ന ഒരു ഭാവങ്ങൾ വന്നു തുടങ്ങിയില്ലേ മനുഷ്യൻ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ അന്ന് കണി കാണുന്ന ഒരു സാധനത്തെ വിശ്വസിക്കുന്നു, നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നിമിഷമോ കണി കാണുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ നടക്കുന്നവരെ പോലും അല്ലെങ്കിൽ ഒപ്പമുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു ഒരു 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 ചുറ്റുപാടുകളിലേക്ക് മാറിയില്ലേ? കാലം ഒരുപാട് മാറി. എന്താണെന്നത് എനിക്കറിഞ്ഞൂടാ. ടെക്നോളജിയും സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരു ഇടുങ്ങിയ മനസ്സിനുള്ളിൽ ഒരു ഇൻസ്റ്റൻ്റായി മാറിയോ എന്നുള്ളതാണ്. നമുക്കുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ടായിരുന്ന ഒരു ഫ്രീഡം, നമുക്കുണ്ടായിരുന്ന ഒരു ഇഴയെടുപ്പം, അതൊന്നും ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരുടെ ലോകം പരിമിതപ്പെട്ടു. പേരൻസ് തന്നെ നമ്മളോട് പറയാറുണ്ടല്ലോ, വീട്ടിൽ പേരൻസിനോട് പോലും കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പം അനിൽസാറിന് അറിയാം, ഞാനിപ്പോൾ ഒരു സ്കൂള് തുടങ്ങുന്നു, പല പേരൻസും കൊണ്ടുവന്ന് എന്നോട് പറയുന്നത്, പ്രിയം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് സ്കൂള് കരുനാഗപ്പള്ളിയിൽ പ്രിയയും കുറേ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്, അവരെല്ലാവരുടെ ചേർന്ന് നടത്തുന്നുണ്ട്. അതാണ് പ്രിയ അങ്ങനെ പരാമർശിച്ചത്. അപ്പം അവിടെ കൊണ്ടുവരുന്ന ഒരു 10ൽ ഒരു 6 പേരൻറ്റും എന്നോട് പറയുന്നത്, ടീച്ചറെ ഒന്ന് ഇടപെടാൻ പഠിപ്പിക്കൂ എന്നാ, കുട്ടിയെ ഒന്ന് സംസാരിക്കാൻ പഠിപ്പിക്കൂ, വീട്ടിൽ സംസാരിക്കുന്നില്ല, ഞങ്ങളോട് സംസാരിക്കുന്നില്ല. പലപ്പോഴും എനിക്ക് തോന്നാറ് പണ്ടാണെ പാട്ട് പഠിപ്പിച്ച് തരിക എന്നല്ല ഇപ്പൊ പറയുന്നത്. ഇവള് വീട്ടിൽ ഞങ്ങളോട് ആരോടും സംസാരിക്കുന്നില്ല. അതായത് കുഞ്ഞുങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ വരുന്ന അധ്യാപകരോട് പറയാറുണ്ട്, പഠിപ്പിക്കുന്ന സമയം ഇച്ചിരി കുറഞ്ഞാലും അവരോട് നിങ്ങൾ സംസാരിക്കണേന്ന്. ഈ സംസാരിക്കുന്നത് ബോറായിട്ട് തോന്നിയാൽ പോലും ഒരു കുഞ്ഞ് അടുത്ത സമയത്ത് പറഞ്ഞു, അവൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സമയം, അവളുടെ പേഴ്സണൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്ന് ടീച്ചർ പറഞ്ഞ ഒരു വാക്ക്, അവൾ പറഞ്ഞ പെട്ടെന്നാണ് ടീച്ചറെ അതിനകത്തുനിന്ന് പിന്നോട്ട് പോയത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഒരു 10 കാര്യം പറയുമ്പം കുഞ്ഞുങ്ങൾക്ക് ആ സമയം ബോറടിച്ചാൽ പോലും ഇതിലേതെങ്കിലും ഒന്ന് അവരെ സ്വാധീനിക്കും എപ്പോഴെങ്കിലും അവർക്ക്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് അവരോട് സംസാരിക്കണം എന്ന്. വീട്ടിലും എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാര് ബിസിയല്ലേ, തോന്നാറില്ലേ, കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നില്ലല്ലോ, അവരെ കേൾക്കാൻ നമ്മൾ മുതിരുന്നില്ല. എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പ്രിയ, ഈ നമ്മുടെ തലമുറയുണ്ടല്ലോ, നമ്മുടെ തലമുറയിൽപ്പെട്ടവർ ഈ ജാതി മതം ഇതിൻ്റെയൊക്കെ ഏറ്റവും വിദ്വേഷ വേർഷനുകളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ എക്സ്ട്രീം കുട്ടികൾ എന്താണെന്നറിയോ പറയുന്നത്, ഈ സാധനം ഒന്നും വേണ്ടെന്നാണ് പറയുക. അതായത് ഈ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ അടി കണ്ടാണോ എന്നറിയില്ല, ഇപ്പം ഈ നമ്മളിപ്പോൾ പറയില്ല, ഇപ്പം പ്രിയ നേരത്തെ പറഞ്ഞതുപോലെ മിണ്ടുന്നില്ല പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അവർ കുട്ടിയുടെ കലയും കഴിവും മാർക്കും ഒക്കെ നോക്കുമ്പോഴും ഈ ഒരു സോഷ്യൽ ഫാബ്രിക്കിനകത്ത് ആ കുട്ടി എങ്ങനെ അടയാളപ്പെടുത്തുന്നു, അവളുടെ ഒരു ഇമോഷണൽ ലെവൽ അല്ലെ അവൻ്റെ ഒരു ഇമോഷണൽ ലെവൽ എന്താണെന്നൊക്കെ ഉള്ളത് കുറച്ച് മെച്ചുറായി കഴിഞ്ഞാൽ അവർ ചിന്തിച്ചു തുടങ്ങുന്നത്. അവരോട് അനുസരിക്കാതെ വരികയും ശബ്ദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വരുന്നത്. ചിലപ്പോൾ കുട്ടികളൊക്കെ പ്രിയപ്പോഴുള്ളവരോട് കൂടുതൽ മനസ്സ് തുറക്കും. എനിക്ക് ഒരു ഇനി ആര് പറഞ്ഞാലും എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ മതമില്ല. എനിക്ക് തോന്നാറുണ്ട് അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജനറേഷൻ പകർന്നു കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് ആ മതം ഈ മതം. പക്ഷെ എനിക്ക് അത് 100% ആ മതം ഈ മതം അതിന്റെ ഒരു നല്ല ഗുണത്തിൽ പകർന്നു കൊടുത്തില്ല. ഇല്ല, ഈ വിദ്വേഷം വെറുപ്പം മറ്റവൻ അങ്ങനെയാണ്, അവന്റെ വീട്ടിൽ പോയി കഴിക്കരുത്, അവന്റെ വീട്ടിൽ നിന്ന് കഴിക്കരുത്, ആ ഉത്സവത്തിന് കൂടരുത്, മറ്റവൻ അതിനകത്ത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ കുട്ടി ഈ ഒരു സാധനത്തെ അപ്പാടെ വെറുക്കുന്നു. അത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ കാലം കഴിയുമ്പം പിന്നെ വേറൊരു കാര്യം പ്രിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നമ്മുടെയൊക്കെ ഇടയിലെ പോലെ ഇപ്പോൾ നമ്മൾ കൊച്ചച്ഛനും ചിറ്റപ്പനും കൂടെ വഴക്ക്, അപ്പച്ചപ്പനും മറ്റൊരു വഴക്ക്, അവിടെ ഇവിടെ കൊടുക്കരുത്, ഇവർക്കിടയിൽ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഇവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലേലും ഇവരുടെ പിയർ ഗ്രൂപ്പിൽ ഇവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അത് ഗുണപരവുമാണ് ദോഷവുമാണ് ഒരുപോലെ. കാരണം വളരെ പെട്ടെന്ന് ഒരു ഫ്രണ്ടിന്
വേറൊരു കുട്ടിയെ വേണമെങ്കിൽ സ്വാധീനിക്കാം, ഗുണപരമായി സ്വാധീനിക്കാം, മോശമായിട്ട് സ്വാധീനിക്കാം. അപ്പോൾ ഇതൊന്ന് വലിച്ചു നോക്കെന്നും പറഞ്ഞൊരു പൊടി കയ്യിലോട്ട് കൊടുത്താൽ ഈ പറയുന്നത് പോലെ ഇത് വലിക്കണമെങ്കിൽ. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിയയുടെ ഇപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിക് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ ഒരു മോബിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു ഫോക്കസ് ആക്കുക. അപ്പോൾ ആ ഒരു ഫോക്കസ് ആവുന്ന കുട്ടിയുടെ മേലുണ്ടാകാൻ സാധ്യതയുള്ള ത്രട്ടുകളുണ്ട്. ആ ത്രട്ടുകളെക്കുറിച്ച് കൂടി ഈ കുട്ടികളെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. ഞാൻ പറഞ്ഞ എന്താ പറയുന്നത്, പാട്ടുകളുടെ സംഗീതവും ജീവിതത്തിൻ്റെ സംഗീതവും കൂടി പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം സാർ പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം അവരോട് പറയുന്നത്, നിങ്ങൾ സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോൾ അതാണല്ലോ ധനം. നമ്മളെ നല്ല രീതിയിൽ നടത്താനും നമ്മളെ കാരണം ഇപ്പോഴത്തെ ജനറേഷനെ അച്ഛനോ അമ്മയോ അധ്യാപകരോ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് പറയുന്നതിനപ്പുറം അവർക്കൊന്നുമില്ല. അപ്പം അവിടെയാണ് നല്ലതാണോ ചീത്തയാണോ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക. നിങ്ങൾ ശ്രമിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒരു പരിധിവരെ വിജയിച്ചു. എല്ലാ കുഞ്ഞുങ്ങളോടും പറയാറ് ഫ്രണ്ട്ഷിപ്പ് വേണം, പക്ഷെ അത് സെലക്ട് ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഈ സംഗീതത്തിൻ്റെയൊക്കെ ഭാഗമല്ലാതെ ഒരു ദൂരെ നിൽക്കുന്ന ആളാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു 8 വയസ്സോ 10 വയസ്സോ ഉള്ള ഒരു പെൺകുട്ടി ഒരു മ്യൂസിക് പഠിക്കുന്നു. ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന രക്ഷകർത്താവ് അതൊരു കുട്ടിയാണെന്നും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നും ആൺകുട്ടിയാണെന്നും ഓർക്കാതെ ഏത് എക്സ്ട്രീമിലേക്കും ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുകയും അതിനൊരു ഇൻസ്റ്റാ അക്കൗണ്ട് എടുത്തു കൊടുക്കുകയും അതിനൊരു FB എടുത്തു കൊടുക്കുകയും അതിനകത്ത് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്നൊരു സംഗതി എനിക്കൊരനുഭവമുണ്ട്. ചില കുട്ടികൾ എന്നോട് വന്ന് ചാറ്റുമ്പോൾ ഞാൻ ചോദിക്കും, മോളെ ഇതാരാ എന്ന് ചോദിക്കുമ്പം എൻ്റെ അന്നേരം പറയും, ഇത് ഞാൻ അങ്കിളെ. മോളെത്രയിൽ പഠിക്കുക? 5-ൽ. എൻ്റെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ പറയും, മോൾക്ക് പരീക്ഷയല്ലേ, മോൾ ഇതിൽ സമയം സ്പെൻഡ് ചെയ്താൽ എങ്ങനെ? അപ്പം ഞാൻ പറയാം, അവിടെ അമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ ഉമ്മയുടെ കൊടുത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് ഫോണിൽ വിളിച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, ഇതിങ്ങനെ ശരിയാണോ, ഈ കുട്ടി ഇങ്ങനെ അങ്ങനൊരു ഭ്രാന്തമായ രീതിയിൽ ഇതിനെ അഗ്രസീവായി അങ്ങനെ പിന്തുടരുന്നത് എത്രത്തോളം ഗുണകരമാണ്? അത് അനുസാര ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ടാലൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒന്നും കാലത്തെ പോലല്ല, ഭയങ്കര എക്സ്ട്രാ ടാലൻറ്റഡ് മക്കളാണ്. കലയുടെ കാര്യം, ഇപ്പോൾ പാട്ടിൻ്റെ കാര്യം തന്നെ എൻ്റെ റേഡിയോ വഴി ഒരു പക്ഷേ നമ്മൾ പ്രൊമോട്ട് ചെയ്ത എത്ര കുഞ്ഞുങ്ങൾ ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുക ഇല്ലേ? നമുക്ക് അഭിമാനത്തോടെ കരുനാഗപ്പള്ളിക്ക് പറയാം ഓരോരുത്തരും. അപ്പോൾ എനിക്ക് ആ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ റേഡിയോ വഴി പോയ കുഞ്ഞുങ്ങളിൽ പലരും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു കാരണം അവരുടെ പേരൻസ് അനാവശ്യമായി ഇടപെട്ടിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിൽ ഇവിടെയാണ് ഞങ്ങൾ കലാ അധ്യാപകർ പലപ്പോഴും വിഷമിക്കുന്നത്. ഈ മക്കളുടെ പരിമിതികൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതുപോലൊരു ഇൻസ്റ്റാ അക്കൗണ്ട് എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ട് റീലിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ വൈറലാക്കുക എന്നാണ്. ഈ വൈറലും ഈ പാട്ട് ഇത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഈ രംഗത്ത് അത്രയും നല്ലതാണെങ്കിൽ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങള് ഈ പാടുന്ന മക്കൾ നമുക്ക് അതിശയത്തോടെ നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സാധ്യമാകുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ പാടാൻ പറ്റുന്നത്. നമുക്ക് തൊടാൻ പോലും പറ്റാത്ത പല പാട്ടുകൾ കുഞ്ഞുങ്ങൾ പുഷ്പം പോലെ പാടും. അപ്പോൾ അത് ബുദ്ധിയുള്ള അച്ഛനമ്മമാര് നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്യും, നല്ല ബേസ്മെന്റ് കൊടുത്ത് കറക്റ്റ് സമയത്ത് അവരെ ഇറക്കി വിടും. അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ, ഇപ്പം ഉദാഹരണം എൻ്റെ അടുത്തൊരു അമ്മ ചോദിച്ചു, ആ കുട്ടി താളത്തിൽ പാടുന്നില്ല. നമുക്കറിയാലോ ഈ താളം ശ്രുതി എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഒരു അധ്യാപികയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് ഭയങ്കര പരിമിതിയുണ്ട്. അതാണോ ഈ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ സംഗതി പോയി എന്ന് പറയുന്നത്? സംഗതിയെക്കാട്ടില് താളം ശ്രുതി നമ്മൾ പറയുന്നത് സംഗീതത്തിന്റെ അച്ഛൻ അമ്മ എന്നാ. അപ്പൊ ഇത് നമ്മുടെ അങ്ങോട്ട് എഴുതി തന്നെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെയാണ് ജന്മവാസന. അപ്പൊ അതില് നമുക്ക് ജന്മനാ കിട്ടേണ്ട ഈ ഗുണത്തെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് നന്നാക്കി കൊടുക്കാനേ ഒരു അധ്യാപികയ്ക്ക് പറ്റൂ. ഇപ്പൊ ശ്രുതി മാറി പാടുന്ന ഒരു കുഞ്ഞ് നിരന്തരം ട്രെയിനിങ്ങിലൂടെ മാറിയേക്കാം, പക്ഷെ ജന്മനാ കിട്ടണം എന്നുള്ളത് അതിന്റെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഒരമ്മ അടുത്ത സമയത്ത് എന്നോട് ചോദിച്ചു, എൻ്റെ മോൾക്ക് താളം തരുന്നത് എന്തുകൊണ്ടാണ്, പഠിപ്പിച്ചു കൊടുത്താല്? ഞാൻ എന്താ അതിന് മറുപടി പറയുന്നത്? അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കേ പറ്റൂ. അവിടെ നമ്മുടെ ഈ ലിമിറ്റേഷൻ വരുന്ന അവിടൊക്കെയായി. ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ ഇൻസ്റ്റാ അക്കൗണ്ട് എടുത്തു കൊടുത്തു, റീൽസ് എടുത്തു, 2 പാട്ട് പാടിയിട്ടു, 4 വൈറലായി. എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്നൊരു കാര്യമുണ്ട്, നമുക്കിത് ഇട്ട് തന്നേച്ച് ഒരു ലൈക്ക് അടിക്കുവോ? അപ്പൊ നമ്മളൊരു ലൈക്ക് അടിച്ചു, അപ്പൊ ലൈക്ക് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമന്റ് എഴുതുവോ? ശരിയാണ്, അത് പെട്ടെന്ന്. പക്ഷെ അതൊന്നും മോശമൊന്നും അല്ല, കാലഘട്ടത്തിനനുസരിച്ച് ഇതൊക്കെ വേണം. പക്ഷെ അവിടെ കുഞ്ഞുങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അമ്മമാരും അച്ഛന്മാരും ഓർക്കേണ്ടത് ഇത്രയും കോമ്പറ്റീഷനുള്ള ഈ രംഗത്ത് നല്ലതായി കൊടുക്കാൻ ശ്രമിക്കണം.
ഈ മക്കളുടെ കഴിവ്. അപ്പൊ ഈ പ്രിയ ഈ പേരൻസിനും ഒരു അവയർനെസ് ഒക്കെ കൊടുക്കാറുണ്ടോ ഇതിനെക്കുറിച്ച്? ക്ലാസ് പേരൻസിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഭാഗ്യവശാൽ ഞാൻ ഈ കലാ തിലക പട്ടത്തിനോ മത്സരങ്ങൾക്കോ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഒരാളല്ല. ഞാൻ ആദ്യമേ പറയും. കാരണം ഇവിടെ വരുന്നത് കലോത്സവത്തിന് മാത്രമായിട്ടുള്ള പാക്കേജുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട്, കാരണം ഈ മത്സരം അല്ലല്ലോ അനിൽ സാറേ ഒരു കുഞ്ഞിനെ. എൻ്റെ പരമമായ ലക്ഷ്യം ഞാൻ പേരൻസിനോട് പറയുന്നത്, ഇവിടെ കൊണ്ടാക്കിയ നിങ്ങൾക്കൊരു നല്ല മകളാക്കി ഇവളെ തരാം, അല്ലെ ഒരു മകനാക്കി എന്നെ കൊണ്ട് കഴിയുന്നത്. ഞാൻ അതാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കുഞ്ഞിനെ നല്ലൊരു കുഞ്ഞാക്കി തിരിച്ച് പേരൻസിന് കൊടുക്കണം. കൂട്ടത്തിൽ പാട്ടൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. പിന്നെ നമുക്കുണ്ടല്ലോ ടാലൻറ്റ്. നമുക്കൊരു കുഞ്ഞ് പാടി കേൾക്കുമ്പോഴേ അറിയാം ഇത് എവിടെ വരെ പോവും, ഇതിൻ്റെ സാധ്യതകൾ എന്താണ്. നമ്മളെ അതിശയിപ്പിക്കുന്ന ശിഷ്യഗണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വേണം. നമ്മുടെ ഇപ്പോൾ എൻ്റെ റേഡിയോയ്ക്ക് അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കാം കേട്ടോ. നമ്മുടെ അന്ന് സെലക്ട് ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ച് പാടിത്തരുന്ന കുഞ്ഞുങ്ങൾ നല്ല മക്കളുമാണ്. അപ്പൊ അങ്ങനെ അപൂർവം ചില പേരൻസ് ഇങ്ങനെ പരാതികളൊക്കെ അതിൻ്റെ. ഞാൻ വേറൊരു അനുഭവം ചോദിച്ചോട്ടെ. പ്രിയയെ ഞാൻ ഒരിക്കൽ കാണുന്നത് നമ്മുടെ ഡിസേബിൾഡ് ഡിസേബിൾഡ് ചിൽഡ്രൻസിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു എൻ്റെ പേര്? സമഗ്ര ശിക്ഷാ അഭിയാൻ. സ്പെഷ്യൽ ടീച്ചറായിരുന്നു. ഈ രണ്ട് ക്ലാസ്സിലെ കുട്ടികളെ തമ്മിൽ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യലി ഇതായിട്ടുള്ള കുട്ടികൾക്കിടയിൽ മറ്റേതിന് നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ പറയാറുണ്ട്, പല പരിമിതികളെയും കോമ്പൻസേറ്റ് ചെയ്യുന്ന ചില അപൂർവ കഴിവുകൾ ദൈവം അങ്ങനെയുള്ള മക്കൾക്ക് കൊടുക്കുമെന്നൊക്കെ പറയാറുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനെയൊന്ന്? അതെന്ന് വെച്ചാൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ആലോചിച്ച് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൽ പിന്നെ നമുക്കൊരു തിരുത്തലുകൾ പാടാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളൊരു പാട്ട് പഠിപ്പിക്കുന്നു, ഇന്നിപ്പം നമ്മൾ പഠിപ്പിച്ചു, നാളെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അവരത് ഡയറക്റ്റ് ഫീഡ് ചെയ്ത് കഴിയും. അപ്പോഴേ അത് ശരി, മറ്റവരെ കാട്ടില് വേഗത്തില് അവർ പിന്നെ അത് മറക്കൂല്ല. അവിടെ അധ്യാപിക വളരെ സൂക്ഷിക്കണം. നാളെ വന്ന് ഞാൻ വേറൊരു സംഗതി പാടിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഫോളോ അപ്പ് ഒരു ഇച്ചിരി പ്രശ്നമാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കുഞ്ഞുണ്ട്. നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു 6 മാസം മുമ്പ് ഒരു കുഞ്ഞ് വന്ന് സംസാരിക്കില്ല. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് നമുക്ക് കുഞ്ഞിനെ കാണുമ്പോൾ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു നിരന്തരം അവനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അടുപ്പിച്ച് ഈ പേരൻസ് നമ്മളോടൊപ്പം സഹകരിച്ച് ഭയങ്കര സന്തോഷം. ഇപ്പൊ പ്രയർ പാടുന്നത് ആ കുഞ്ഞാ. അപ്പൊ വീട്ടിൽ അവന് സംസാരിക്കാൻ ആരുമില്ല, ഒറ്റ കുഞ്ഞാണ്. അപ്പൊ ഇവിടെ വരുമ്പോ 10-60 പേരുള്ള ആ ടീമിന്റെ കൂടെയാണ് മോൻ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നിരന്തരം ഒരേ കാര്യം തന്നെ. ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് പെട്ടെന്നൊരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള മക്കളല്ലേ, നമ്മൾ ഒരേ കാര്യം തന്നെ കുറേ പ്രാവശ്യം അവരെ കേൾപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ അല്ലാതെ നോർമലായ ഒരു കുഞ്ഞിന് നമ്മൾ 5 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ 50 പ്രാവശ്യം. ഇന്ന് നമ്മൾ എന്ത് പഠിപ്പിച്ചോ ചില കുഞ്ഞുങ്ങൾക്ക് നാളെ അത് കാണില്ല. നമ്മൾ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ആദ്യം എന്താണ് അവരെ പഠിപ്പിച്ചത് അത് അവരുടെ ഉള്ളിൽ കാണും. ഈ മാറ്റങ്ങൾ അത്ര സാധ്യമല്ല. അപ്പൊ നമുക്ക് അസാധ്യ ക്ഷമ. ഞാൻ അവരോട് ഈ കുഞ്ഞുങ്ങളെ ഇരുത്തി ആവർത്തിച്ച് കേൾപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്കതാണ് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് മിടുക്കരെ മാർക്കുന്നതിനെക്കാട്ടില് ഇത്തിരി മോശമായ ഒരു കുഞ്ഞിനെ അതാണ് ഞാനെന്ന ടീച്ചർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അതെ. അപ്പോൾ ഈ വിഷുവിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശവും അതുതന്നെയാണ്. ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നന്മകൾ കണ്ട് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ സൗഭാഗ്യവും സന്തോഷവും മാത്രമല്ല ഒരുപാട് മനുഷ്യർക്ക് സന്തോഷമായി തീരാൻ കൂടി നമ്മൾ കാരണമാകേണ്ടതുണ്ട്. ടീച്ചറും അങ്ങനെ കാരണമാകേണ്ടതുണ്ട്. കാരണം എന്തായാലും ഈ കേൾക്കുന്നവർ ഇങ്ങനെ മ്യൂസിക് ടീച്ചറാന്നൊക്കെ പറഞ്ഞപ്പം എന്തെങ്കിലും ഒരു 4 വരി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നമുക്ക് കണിപ്പാട്ട് തന്നെ പാടാം. അത് തന്നെ പാടിക്കോളൂ. വിഷു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന കണി കാണുന്നേരം. അതെ അതെ. അനുസാറിനൂടെ കൂടാ. ഇല്ല വേണ്ട, ഞാൻ അതിൻ്റെ കൂടെ പാടില്ല. ഞാൻ ഒറ്റയ്ക്ക് പാടി ചിലർ എനിക്ക് കമൻ്റ് എഴുതാറുണ്ട്, ആ പണി മാത്രം ചെയ്യരുതെന്നൊക്കെ ചിലർ എഴുതാറുണ്ട്. അതുകൊണ്ട് അതിൽ ഞാൻ പാടുന്നില്ല. കണി കാണും നേരം കമല നേത്രന്റെ തിരുമേൽ മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ തിരുമേൽ മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ.
അപ്പോൾ അതോടൊപ്പം തന്നെ പ്രിയയ്ക്ക് അറിയാവുന്നറിയില്ല, എൻ്റെ ഓഡിയൻസിൽ കുറേ പേര് ഈ മാപ്പിള ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൂടിയൊരു. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാം. അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ, മങ്കൂസ് മൗലിദ് ആദ്യമായിട്ട് പാടിയ ഒരാളാണ് കേട്ടോ. ആണല്ലയോ? മങ്കൂസ് മൗലിദ് മൊത്തം പാരായണം ചെയ്ത് അങ്ങനെ എൻ്റെ കരിയറിൽ അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. ഇടവ ബഷീർക്ക കുറേ പേരെ പരീക്ഷിച്ചു. അങ്ങനെ എൻ്റെ അൻവർ ഹുസൈൻ എൻ്റെ റേഡിയോയുടെ ഭാഗമായിരുന്നു. അൻവറിന്റെ വാപ്പ എൻ്റെ അധ്യാപകനായിരുന്നു, ഹംസ സാർ. അപ്പൊ സാറ് ഓരോ ദിവസവും 10ാം ക്ലാസ്സിലാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത്. എന്നെ ഇങ്ങനെ കുറേശ്ശെ പഠിപ്പിച്ച് സാറ് ചുമ്മാ എന്നോടുള്ള സ്നേഹം ബഷീർക്കയുടെ മുന്നിൽ ഇല്ലില്ല. അസ്സലാത്തു വലന്നബി വസലാമു അലർ റസൂൽ അഷഫീഉൽ അബ്തഹി യാ മുഹമ്മദ് അറബി അന്ത തത്ലവു ബൈനനാ. വരികൾ കുറച്ച് മറന്നു. പിന്നെ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഹലായിക മിൻ ജഹന്നമ ബിയദി. ഇതൊക്കെ എഴുതി പഠിച്ചതാ? ഇതെൻ്റെ ഹംസാക്കുട്ടി സാറിന് പ്രണാമം. സാറ് അങ്ങനെയാണ് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്തോരം സ്വാധീനം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഹംസാക്കുട്ടി സാറ്. എല്ലാ ദിവസവും സ്കൂളിൽ വൈകുന്നേരം എന്നെ സാറിൻ്റെ വീട്ടിൽ പോയി മല്ലിക ടീച്ചർ അമ്മ ഇങ്ങനെ ഓരോ വരികൾ എഴുതി പഠിപ്പിച്ച്. കാരണം ഹംസാക്കുട്ടി സാറിന് അറിയാമായിരുന്നു ആ ഒരു കാസറ്റിൽ ഇടവ ബഷീർക്കയുടെ കൂടെ എനിക്കൊരു അവസരം കിട്ടിയാൽ, അല്ലാതെ ഇന്നത്തെ വൈറലൊന്നും വന്നില്ലല്ലോ. അത് എൻ്റെ കരിയറിന് എനിക്കന്ന് അതൊരു അത്യന്താപേക്ഷിതം. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അന്ന്, അച്ഛൻ്റെ ജോലിയൊക്കെ പോയ സമയം, നിലനിൽപ്പിൻ്റെയും കൂടെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു കാസറ്റിൽ ബഷീർക്ക് എന്നെ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ പിന്നെ ഇടവ ബഷീർ എന്ന വലിയ മനുഷ്യൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാറുക. അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ വിഷുദിനാശംസകൾ നേരുന്നു. കണിയൊക്കെ കണ്ട് മനസ്സിൽ കുറച്ച് നന്മകളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് ഒക്കെ കണ്ട് നല്ല മനുഷ്യരായി തീരട്ടെ.